Welcome to our YouTube channel. ഞങ്ങൾ ഇന്ന് എന്റെ രണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളെയും കൂടെ ഫ്രണ്ട്സ് നെപ്പി ഇപ്പൊ ഖത്തറിന്ന് വന്നിട്ടുണ്ട്. അബി മുതലാളി ഇന്നിപ്പോ എങ്ങനെയൊക്കെയോ ഒരു ലീവ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടെ ഒരു ഫാമിലി ഗ്യാതറിംഗ് എന്നുള്ള രീതിയിൽ ഒരു റിസോർട്ട് പ്ലാൻ ചെയ്ത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവരുടെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അവരാണ് അതിൽ നെപ്പി ഫാമിലി, രണ്ടുപേരുടെ ഫാമിലി ഉണ്ട്, എല്ലാരും ഉണ്ട്. അതെ, മുർഷി, നെഹ്ല, മക്കള് എല്ലാരും ഉണ്ട്. ഇതില് നമ്മളെല്ലാരും, ഇതില് സ്ഥിരമായിട്ട് ഈ വണ്ടിനുള്ളിൽ കാണുന്ന എല്ലാ ആൾക്കാരും ഉണ്ട്. നെപ്പി, അബി എന്ന് പറയുന്ന രണ്ട് ഫ്രണ്ട്സും ഉണ്ട്. അബിന്റെ അല്ലേ. നമ്മള് വില്ലോ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് അമ്പലവയലിലുള്ള റിസോർട്ടിലാണ് അബിയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പ്രോപ്പർട്ടി ഒന്നും നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ അബിക്കാണ് ഇതിന്റെ ഓക്കെ. നേരത്തെ പറഞ്ഞത് പ്രോപ്പർട്ടി ബുക്ക് ചെയ്തത് അബിയാണ്. അപ്പൊ എങ്ങനെ ഏതാ എന്താന്നും ഞങ്ങൾക്ക് നമ്മളിതുവരെ പോയിട്ടില്ല. ഞാൻ കുറെ മുമ്പ് അതിന്റെ ഫസ്റ്റ് ഓപ്പണിംഗ് ഒക്കെ ആയതിനു ശേഷം ഒരു തവണ അവിടെ നിന്ന് പോയത് ഒരു ഓർമ്മയുണ്ട്. സ്റ്റേ ചെയ്യാനൊന്നും പോയിട്ടില്ല. ഒന്നാമത് നമ്മളെവിടെയും വയനാട്ടിൽ പോകില്ലല്ലോ. ഇതിപ്പോ ലോങ് ഡ്രൈവ് പിടിക്കണ്ട, പെട്ടെന്ന് എന്നുള്ള രീതിയിൽ എടുപിടി എന്ന് പറഞ്ഞിട്ട് ആർക്കും സമയമില്ല, ടൈമില്ല. എല്ലാവർക്കും മൺഡേ ഒക്കെ ആവുമ്പോ ജോലിയും കാര്യങ്ങളൊക്കെ പോണം. അപ്പൊ ഇന്ന് തന്നെ എല്ലാരും പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള ട്രിപ്പാണ്. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി. ഇറങ്ങിയപ്പോഴേക്കും ഇത്രയും സമയം. പക്ഷെ നമ്മള് കൊറേ നേരത്തെ തുടങ്ങിയ പരിപാടിയാ, രാവിലെ മുതലേ. പക്ഷെ ഇറങ്ങിയപ്പോഴേക്കും ഈ ഒരു ടൈം അല്ല, ഇന്ന് പോകുന്നുണ്ടെന്നുള്ളത് ഫൈനലൈസ് ആയത് തന്നെ 12-12:30 ആയി. അപ്പൊ പിന്നെ എല്ലാരും കൂടെ കുട്ടികളെയും മക്കളെയൊക്കെ എടുത്ത് നമ്മളിപ്പോ ഇന്നിങ്ങനെ പോവാണ്. പാക്കിങ്ങും പരിപാടിയും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസത്തേക്കാന്ന് പറഞ്ഞാലും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പൊ ഇനി ബാക്കി എങ്ങനെയൊക്കെ ആവും എന്തൊക്കെ ആവും എന്നുള്ളതൊക്കെ നമുക്ക് പോയിട്ട് കാണാം. ഏത് രീതിയിലായിരിക്കും എന്താന്ന്. ആദ്യം തന്നെ ഒരു ചായ കുടിക്കണം. അതെ, എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അത് അബി ഇപ്പം മേടിച്ചു തന്നിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെയാണ്. അതിനെ കൊണ്ട് കുറച്ചൊരു സമാധാനം. അതെ, ഇനി നമുക്ക് പ്രോപ്പർട്ടി എത്തിയിട്ട് കാണാം. ആ ബോർഡ് കിട്ടിയോ? ആ, കിട്ടി. നമ്മള് റിസോർട്ടിലേക്ക് തിരിയാണ് അല്ലേ. ഇവിടെ നിന്ന് 1 കിലോമീറ്ററും കൂടെയാണ്. ഇനി റിസോർട്ടിലേക്ക് വെറും 300 മീറ്ററേ കാണിക്കുന്നുള്ളൂ. അതെ, പിന്നലി അബിൻ ഒരു മിനിറ്റ് നേരെ പോവാ. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഒരു കാർ പോർച്ചാണ്. റൈറ്റ് സൈഡിൽ ഒരു 10-20 മീറ്ററേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. അതുകൊണ്ട് ടേണിങ് തിരിഞ്ഞു പോകണ്ട. അപ്പോൾ അവിടെ നിർത്താൻ മുകളിലാണ് റിസോർട്ട്. നമുക്ക് കാര്യം വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇവരൊക്കെ ഡ്രോപ്പ് ചെയ്ത് ലഗേജ് ഒക്കെ ഇറക്കണല്ലോ, അത് അവിടെ പോർച്ചിൽ വെച്ചിട്ട് ഇറക്കുക. ഇതിനുള്ളിൽ കയറ്റിക്കാം. റിസപ്ഷനിൽ അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. അല്ല, പിന്നെ കാർ പോർച്ചിൽ കുഞ്ഞു വഴിയാണ്, കുറെ മുളയൊക്കെ ഉണ്ടല്ലേ. നല്ല എൻട്രൻസ്. നമ്മളേതായാലും ഫസ്റ്റ് ടൈം പോയി നോക്കാം. മങ്ങി ഇല്ലേ ബാപ്പു? വണ്ടി ഇവിടെ വെക്കണ്ടല്ലേ. നമുക്ക് ഇറങ്ങിയിട്ടൊക്കെ ജസ്റ്റ് കാണാം. ഒരു ഹായ് പറയോ? ഇഷ്ടപ്പെടുന്നൊരു രീതി. ബ്ലോഗർ എടുക്കല് ഞാൻ. വൈറ്റ് വെച്ചിട്ട് കളിക്കണ്ടേ? വൈറ്റ് വെച്ചിട്ട് വേറെ
അതെന്താ കാണിക്കണേ? ഇവിടെ വന്നിട്ട് കളിക്കാറുണ്ട്. ഇവിടെ വന്നിട്ട് കളിക്കാറുണ്ട്. ഓക്കെ. അല്ല ശരിക്കും ഇതിൽ ആർക്കാ കളിക്കാൻ അറിയാം? പാപ്പനെ അടിപൊളി. അതെ അടുത്ത നെപ്പിന്റെ ചാൻസ് അല്ലേ? അതിന് മുർഷി ഗൂഗിൾ ചെയ്തപ്പോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അബീനാണ് ഞാൻ കളിച്ചേ. അങ്ങനെ ബോണസ്. അല്ല ഞങ്ങള് എടുക്കുന്നുണ്ട് അല്ലേ? മന്ദാരാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആണെങ്കിൽ നമുക്ക് നോക്കാം. ഇങ്ങനെ എടുത്തിട്ടല്ലേ എനിക്ക് ഞാനത് പിന്നെ കുറെ എടുക്കുന്നുള്ളൂ. എൻ്റെ വീഡിയോ ആകെ നോക്കിയിട്ടുണ്ടോ? ഇതാണോ പൂവ്? ഇത്ര അടുത്തുനിന്ന് വേണേ കണ്ടോ മുർഷി? അത് വേറൊരു കളറല്ലേ? അത് വേറെ, ഇതിനേക്കാൾ ലൈറ്റ് കളർ. മുർഷി ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങി, കല്ലുകളാണ്. ഫുഡിന്റെ ആണ്, പക്ഷെ ഡിസ്കഷനാ. കണ്ടാല് എന്തോ കാര്യമായിട്ട് ഇവര് പറയായിരുന്നു. അതെ, നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഞങ്ങളതൊക്കെ എടുത്തു ആദ്യം, ഞങ്ങൾ വന്നപ്പോഴേ. അതെ, നിങ്ങൾ എങ്ങോട്ടാ പോണേ? പാപ്പ എങ്ങോട്ടാ പോണേ? എവിടെ പോണേ? ഞാൻ പോവാ പാർക്കില്. നമ്മൾ കുട്ടികൾ കളിക്കുന്നിടത്തേക്ക് പോവാം, പക്ഷെ ഭയങ്കര തിരക്കാണ്.
അടിപൊളിയല്ലേ ഇത്? അടിക്കോ? ഇഷ്ടായോ പാപ്പുന്? നോക്കട്ടെ. ഊഞ്ഞാല. ആ, ഇത് കഴിഞ്ഞിട്ട് ഊഞ്ഞാലാടാ കേട്ടോ. ഓ, അവരിവിടെ എത്തിയ ഫുഡ് ഓർഡർ ചെയ്തിട്ട്. ആ, ഓൾക്കും കൂടെ ഇവിടെ ഇരിക്കാലോ. റിത്തും കൂടി ഇരുന്നോ? ആ, നീ ഇരുന്നോ? റിത്തുന്റെ പകരോ? ഇല്ലില്ല, പിടിച്ചിരുന്നോ? താഴെ പോ. പാർക്കിൽ വന്നതാണ്. ശരിക്കും ഇവര് മുമ്പോട്ടല്ലേ പോണ്ടേ? ഇത് അറബിയാണല്ലോ. ഞാൻ പതുക്കാക്കണേ. ആള് പേടിച്ചിരിക്കാണ്. ആണോ? എന്നാ നല്ല സ്ലോ ആക്കാം. അതാരാ? അബിയ? കപ്പിൾസ് ബാഗൊക്കെ എടുക്കണോ? ഊഞ്ഞാലടന്ന്. അപ്പൊ ബൈ. എവിടെ പോണേ? ചായ പറയ്. അതിപ്പോ പൊട്ടിക്കോ. എത്ര കിലോ ഉണ്ട്? നീ ധൈര്യത്തിൽ പോര് മുർഷി. മുർഷിക്കമ്മ ഇല്ല, എടുക്കൂല എടുക്കൂല. മുർഷിക്കമ്മ മുർഷി ദീദിനെ വിളിക്കാം. ഞാനും നീ ഒരേ വെയിറ്റ് ആണ്, അതുകൊണ്ട് കറക്റ്റ്. കുറച്ചേ ആവശ്യമുണ്ടാവോ? അതെ അതെ. ഇവിടെ ചീവീട് കരയുന്ന ശബ്ദം അത്. കിട്ടിയത് അറിയില്ല. ഞാനാ വെയിറ്റ് കൂടുതൽ കേട്ടപ്പോ. ഞാനാ വെയിറ്റ് കൂടുതൽ. ഞാൻ പോകുന്നില്ലേ? നിങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഒരേ സാധനം നിങ്ങളെ ഫ്ലാറ്റൊക്കെ കണ്ടിട്ട് നല്ല ഫ്ലാറ്റാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ വിചാരിച്ചത്. അത് ഗവൺമെന്റ് ഫ്ലാറ്റാ. പക്ഷെ ഉപ്പ വന്നപ്പോ കണ്ടത് ശരിക്കും പറഞ്ഞാല് കുറച്ച് അതിനേക്കാൾ നല്ലതിലായിരുന്നു ഞങ്ങളുള്ളത്. അതിനേക്കാൾ തന്നെ നല്ല സെറ്റപ്പിലായിരുന്നു ഉള്ളത്. പക്ഷേ പിന്നെ പുതിയത് വന്നപ്പോൾ ഇവരെ ഈ കോമ്പൗണ്ടിലേക്ക് മാറ്റിയത്. പുതിയതായിരുന്നു ഉപ്പയൊക്കെ വന്നപ്പോൾ കണ്ടത്. മാറ്റി തന്നു. പിന്നെ കിഡ്സിനനുസരിച്ചാണ് ബെഡ്റൂം ഉണ്ടാവുക. മഴ പെയ്തു അല്ലേ? അടിപൊളി മഴ. മഴയത്തേന്
ഇങ്ങനെയാണ് നമ്മൾ റൂമിലേക്ക് കയറി വരുന്ന സ്ഥലം. പിന്നെ ഇവിടെ ഇങ്ങനൊരു ഡോറ്. ഇതാണ് നമ്മളെ റൂം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ലൈറ്റ് ഇല്ല, ഇവിടെ ലൈറ്റ് ഇടാം. ഓക്കെ, ഇവിടെ ഇവിടെ ഇങ്ങനെ ബാഗൊക്കെ വെക്കാനും നമുക്ക് ഷൂസ് ഒക്കെ ഇടണമെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇടാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. കബോർഡാണ്. ഇല്ല, ആമി അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വലിയ കബോർഡ് ഉണ്ട് അല്ലേ, കയറി വരും. ഒറ്റ മാത്രമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടെ കോഫി ഒക്കെ ഉണ്ടാക്കാനും വാട്ടറും ഉണ്ട്. ഇതിനുള്ളിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള ലാപ്ടോപ്പ് ഒക്കെ. ഇവിടെ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ പാപ്പുന് കിടക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ടിവിയും കാര്യമൊക്കെ ഉണ്ട്. പാൻറ് ഇട്ടുതരാം. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി, ഭവന്റെ ജോലി ചെയ്യാണ്. ഇവിടെ ഇങ്ങനെ 2 ചെയറൊക്കെ ഉണ്ട്, നമുക്കിങ്ങനെ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ ഒരു കാടാണ്, കാട് അല്ലേ. ഭയങ്കര ചീവിടിന്റെ ശബ്ദമുണ്ട്. നാസിക്കറിയാം. എത്ര ആളുണ്ട് നോക്കാം. ഞാൻ നെപ്പിന്റെ അടുത്ത് വന്നിട്ട് പൊന്താം അവിടെ നിന്നോ. നമ്മള് പൂളിലൊക്കെ കളിച്ചു കഴിഞ്ഞു. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങള് ഡിന്നർ ഇവിടുത്തെ പ്ലാൻ ചെയ്യുന്നില്ല. ഇവിടുത്തെ വലിയ മൾട്ടി കിച്ചൻ റെസ്റ്റോറൻറ്റിലെ മെനു പോലത്തെ മെനു ആണ്, പക്ഷെ വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ അമ്പലവയലിൽ നിന്ന് ബത്തേരി വരെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് പോയിട്ട് ഫുഡ് അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ബാക്കി എല്ലാവരും ഫ്രഷ് ആയി ഒന്ന് പോയി നോക്കാം. ബാക്കി അബിൻ സാറൊക്കെ ഫ്രഷ് ആയില്ല എന്നുള്ള പോയി നോക്കാം നമുക്ക്. ഇല്ലെങ്കിൽ ഇറക്കിപ്പിക്കാം. Baby, let's go. ഓ, ചെറുതായിട്ട് കാണും. നമ്മള് ഫുഡ് കഴിക്കാൻ പോവല്ലേ? ഫുഡ് കഴിക്കാൻ പോവല്ലേ? എല്ലാരും പരാതി പറഞ്ഞു, റിസോർട്ടിൽ ലൈറ്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നത്. അതെ, ഭദ്ര മതിയായിരുന്നു അല്ലേ? ഇപ്പൊ അടുത്ത ആഴ്ച അങ്ങോട്ടങ്ങ് പോയല്ലോ. അടുത്ത ആഴ്ച പോകണം. മൊത്തട്ടോ മധുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട. പക്ഷെ 2 bedroom പിന്നെ നമ്മളൊന്ന് ബാക്കോട്ടാണ്. സൂപ്പർ ഇഷ്ടമായോ? തൊണ്ടയ്ക്കൊക്കെ അടിപൊളി സാധനമാണ്. മട്ടൺ സൂപ്പ് കൂടുതൽ കയറി കുടിക്കാൻ പറ്റും. ഹോട്ടലൊക്കെ അടിപൊളിയാണ്. ആരും നെഹ്ലൊക്കെ ഉണ്ടോ? കഴിക്കില്ല, മട്ടൻ കഴിക്കില്ല. ചിക്കൻ
ചിക്കൻ പറഞ്ഞാൽ പറയണോ? ചിക്കൻ പറയണം. ഫുഡ് വന്നതിന്റെ വെപ്രളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ. ഇടയിൽ എന്നെ പണ്ടൊക്കെ കമന്റൊക്കെ പറയുന്നു. ഈ അതിന്റെ കളിക്കുന്നത് മാത്രം കിട്ടിയല്ലോ, ഫുൾ നോക്കിക്കും ഭയങ്കര ഇതൊക്കെ എടുത്തിന് സിനിമയൊക്കെ ചിത്രീകരിച്ചു. അഭിനീതി കയറുന്ന പോലെയൊക്കെ അത് കിട്ടിയില്ലേ? സ്ലോ മോഷനിലൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് കണ്ട വീഡിയോ. പിന്നെ അപ്പം ഗൈസ് രാവിലെ ആയി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവാണ്. ബാക്കിയുള്ളവരൊക്കെ എണീറ്റിട്ട് വേണം. ആമി പോയിട്ട് എല്ലാരും ഉണർത്തിയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആ സമയത്ത് ഞാൻ മൈലാഞ്ചി ഇട്ടു. ആ സമയത്തല്ല, ഇന്നലെ രാത്രി. അതെ, ഞാനിട്ടു. ആമിന്റെ കാണിച്ചു ശരിക്കും മുർഷി ദീദിന്റെ പരിപാടി. ഫേമസ് ആയിട്ടുള്ള മെഹന്തി ഡിസൈനറാണ്. ഇന്നലെ രാത്രി വിസിറ്റ് അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോൾ കാണാം. ഓക്കെ. നല്ല ഓക്കെ. അതിലൊരു ബട്ടർ സെക്കൻഡ് പഴം പുഴുങ്ങിയത്. പിന്നെ ഇതെന്റെ ഫേവറേറ്റ് പൊട്ടാറ്റോ വെഡ്ജസ്. അപ്പോൾ ബട്ടൂര ചന അടി ചന. Yes. കള്ളപ്പം, സാമ്പാർ. വാട്ടർമെലൺ ജ്യൂസ് എടുത്തു, പ്രോൺഫ്ലെക്സ് എടുത്തു, പിന്നെ പൊട്ടാറ്റോ റൂമി അത് തന്നെ. പൊട്ടാറ്റോ ഞങ്ങൾ രണ്ട് ദിവസം ഇതെല്ലാവരും സെർവ് ചെയ്യുന്ന ആള്. ഇനി നേരെ ജസ്റ്റ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പോവാണ്. ആണോ?
ആമി കയറി നമുക്ക് അതിൽ കയറണം. നമ്മളെ താരോടെ വെച്ചിട്ട് നമ്മൾ എന്തിൽ പോവും? താറ് നമ്മള് ബത്തേരി കൊണ്ടുപോയേക്കും. എന്നിട്ട് നമ്മൾ സഞ്ചാരിന്റെ അണ്ടറിൽ പാർക്കിംഗ് ഇല്ല, അവിടെ വണ്ടി രണ്ടും കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇതിൽ പോണം. അത് അല്ലേ അങ്ങനെ പറയുമ്പോ ഇവിടെ കുട്ടികൾ മാത്രം. അതിലതൊരു വലിയ കുട്ടി, കുറച്ച് വലിയ +2 പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അതിൽ അതിനെ നമ്മൾ ഒഴിവാക്കി. നിങ്ങൾ കപ്പിൾ ഡ്രൈവ് ചെയ്ത് തന്നോളൂ, സന്തോഷാവട്ടെ. ഞാനെന്ത് സംസാരിക്കാനാ, സ്ത്രീ സംവരണം ഫുൾ സ്ത്രീകളാണ്. ബൈ. താങ്ക് യു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി അല്ലേ. ഇനി നേരെ ഫുഡ് കഴിക്കലാണ് നെക്സ്റ്റ് പരിപാടി. അടുത്ത നമ്മള് ഷെഫ് പിള്ളയുടെ സഞ്ചാരിയിലേക്ക് പോവാണ്. ഓക്കെ. ഹെൽത്തോ മീൽസ് വന്നു. അപ്പം കഴിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഒരു മണിക്കൂറിന് താഴെ പോലെ സമയം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നേരെ പോവാണ്. കുറച്ചതിന് AC ഓഫിക്കാൻ നല്ല കാറ്റ് കിട്ടും. ഇവനോട് കളിക്കുന്ന വയ്ക്കട്ടോ. ഒന്ന് കളിക്കി, കൊച്ചു പെണ്ണെ കൊണ്ട് കളിക്കി കളിക്കി. നീ കളിക്കി, നീ കളിക്കി. അവര് 10 ലാഖാണ് എത്ര ലക്ഷം? 10 ലക്ഷം കിട്ടും. ബാബുനിപ്പോ തരും. ഇപ്പൊ നമ്മളൊരു ഐസ്ക്രീം കഴിക്കാൻ ഇറങ്ങിയല്ലേ അമ്മി? ഒരു ഐസ്ക്രീം കഴിക്കാനുള്ള. അവിടെ വേറൊരാളുണ്ട്. അതെ അതെ, എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാരും അടിച്ചു ശരിയാക്കിട്ടാ റൂമിൽ നീ എല്ലാരും അടിക്കുന്നുണ്ടോ? പിന്നെ നേരെ നമ്മള് വണ്ടിയിൽ കയറണം. ചോളം എന്തോ വാങ്ങി എന്നിട്ട് ഉള്ളി എന്താ വില? 2 കിലോ 50 ഉള്ളൂ.
ഞാൻ മുസ്താഖാനാണ് രാവിലെ പോകുമ്പോൾ സീറ്റ് കൊടുക്കും. കാണിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. സോളോ 2 കിലോ 50 അല്ലേ? എന്തുകൊണ്ട് നടക്കാലോ. ആ അത് കൊറേ അങ്ങ് പോണം. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് കേട്ടോ, എല്ലാരും കൂടെ ജസ്റ്റ് ഇറങ്ങിയിരുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത്. അടിപൊളി കാറ്റൊക്കെ ഉണ്ട് അല്ലേ? നമ്മളെപ്പോഴും വരുന്ന സ്ഥലം. അതെ പിക്നിക് അല്ലേ പാപ്പു? ഇഷ്ടായോ? ഇവിടെ എല്ലാരും ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ്. എന്താ പറയുള്ളേ? ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് നേരെ ബത്തേരിയിലേക്ക് പോകും. വെയിറ്റ് ചെയ്യാണ്. അതെ, ആമിക്ക് എക്സാം, പരിപാടി, എല്ലാ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാണ്. കിട്ടൂല. അതൊക്കെ കഴിഞ്ഞ് എല്ലാരും ഇപ്പൊ ട്രെയിൻ പോകും അല്ലേ? പിന്നെ ഇനി നമ്മള് ഒന്ന് കുറച്ച് അവിടെ കുറച്ച് പൂക്കളൊക്കെ ഉള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഒന്ന് ഫോട്ടോസൊക്കെ എടുക്കും. ഓക്കെ, എന്നിട്ട് സഞ്ചാരിന്ന് വീണ്ടും ഫുഡ് കഴിക്കും. എന്നിട്ട് തിരിച്ച് എല്ലാരും വീട്ടിലേക്ക് പോകും. അങ്ങനെ നമ്മളുടെ ചെറിയൊരു പിക്നിക് എന്തോ അന്വേഷിക്കാണ്. കണ്ടുപിടിച്ചോ? അപ്പൊ ഇതൊക്കെയാണ് പരിപാടി. അപ്പൊ ഓക്കെ, എല്ലാരും കേറിക്കോളൂ. റൂമിക്ക് നല്ല ഇഷ്ടമുണ്ടോ? ഓക്കെ, നമുക്ക് പോവാം. എത്ര 4000 കോടി ചെലവാക്കി. അന്താക്ഷരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വെച്ചിട്ട് അതാ മുന്നിൽ മാ വെച്ചിട്ട് മടിയിലെ നാല് വരെയെങ്കിലും പാടും. ഇനി അത് അക്ഷരം നെക്സ്റ്റ് പാടുമ്പോ കോൺഫിഡൻസ് പാടുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വാക്ക് പറയും. നനഞ്ഞൂന്റെ നാല. ആ നനഞ്ഞിട്ട് രണ്ടാമത്തെ വരി നമുക്ക് നിർത്താട്ടോ. എന്നല്ലേ താത്ത താമരക്കുരുവിക്ക് തട്ടവിട് തങ്കക്കിനാവിൻ കൊമ്മരിട്. ഇത് ബിഎൽഎഫിന്റെ പാട്ടാണ്. സൂര്യനിട് വരുന്നുണ്ടേ വിമാനച്ചിറകിൽ സുൽത്താൻമാർ. ആരാണാ ബീവി ആരാണാ ഊരി ഹായോ ഊറിന്റെ അവസാനം ഇല്ലേ നമ്മള് നേരത്തെ വെച്ചിട്ട് വരുമ്പോഴാണ് ഹിന്ദിന്റെ ആവശ്യം വരിക. ബായോ ബായോ ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൻ ശത്രു ആര് ആയല്ലേ? അല്ല ശത്രു
ഒറ്റ വാക്കാണ്. ശത്രു ആര് ഈ വീട്ടിലല്ലേ ആണോ? ഞാനൊരു പാട്ട് ഞങ്ങളാണ് അല്ലല്ല ശരിക്കും പാട്ട് നടക്കാൻ ഇത് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞൊരു ഇനി കളിക്കില്ല, ഇനി പരിപാടിയില്ലേ. അപ്പം ഇനി നമ്മള് ഫുഡ് കഴിക്കുക, വേഗം വീട്ടിൽ പോവാം. ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? പറ. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അടിപൊളി ദിവസം പോയത് അറിഞ്ഞില്ല. ഓക്കെ. ആമയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ഇതൊന്നും ഇതൊന്നും വരില്ല. ഇതാണ് നമ്മളെ മൂന്നാമത്തെ ടീം. ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ട്രിപ്പ്? മാറി നിലക്കെന്താ പറയല്ല. അപ്പൊ ഒരു ഓക്കെ.